ക്വസ്റ്റ്യൻ. എൻ്റെ ഭാര്യ എപ്പോഴും എല്ലാ കാര്യങ്ങളും അവളുടെ ഫ്രണ്ട്സിനോട് പറയും. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ഇത് മാറുന്നില്ല. ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അവരുടെ തന്നെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോ പറഞ്ഞ ബൗണ്ടറി വെച്ച് തന്നെ നമുക്ക് പറയാം. അതെ അതെ, നമ്മളെപ്പോഴും നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് നമ്മുടെ പാർട്ട്ണറിനെ കയറ്റരുത് നമ്മൾ പറയില്ലേ. അതായത് ഈവൻ തോ അത് ഷെയർ ചെയ്യെങ്കിലും നിങ്ങളിപ്പം ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഫുഡ് കഴിക്കണം എന്ന് ഹസ്ബൻഡ് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രീഡം പോവില്ലേ. അതേപോലെ തന്നെ നിങ്ങൾ ആസ് എ കപ്പിൾസ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കപ്പിൾ സ്പേസ് ഉണ്ടാവും. ആ കപ്പിൾ സ്പേസിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഫാമിലീനെയോ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയോ സിബ്ലിങ്സിനെയോ ഒന്നും കയറ്റരുതെന്നാണ് നമ്മൾ പറയുക. അതായത് അവർ വരും, ഒപ്പീനിയൻസ് പറയും, അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പോകണം ആ സ്പേസിൽ നിന്ന്. അപ്പം ആ ഒരു സ്പേസിൽ ഡിസിഷൻസ് എടുക്കുന്നത് കപ്പിളിൻ്റെ അതോറിറ്റി ആയിരിക്കണം. എന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ലോങ് ഡ്യൂറേഷനിൽ ഹെൽത്തി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതും പ്രയോറിറ്റി സർക്കിള് അല്ല, ഒരു വ്യക്തി വേറെ ഡിസ്കഷൻസ് നടത്തൽ. ഹസ്ബൻഡിനോട് ഡിസ്കഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് വേറെ ആരോടും പോയി പറയാൻ പാടില്ല, ഹസ്ബൻഡ് പറഞ്ഞത് ഞാനും വേറെ ആരോടും പോയി പറയാൻ പാടില്ല. പക്ഷെ ചില സാധനങ്ങൾ എല്ലാവർക്കും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടാവാം. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, ഇവിടെ പോയി അവിടുന്ന് ബിരിയാണി കഴിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇപ്പം എൻ്റെ അനിയത്തിനോട് പറയും, വരുന്ന വഴിക്ക് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഇതൊന്നുമല്ല, മെയിനായിട്ട് പറയാൻ പാടില്ല എന്ന് തോന്നുന്ന സാധനം ഉണ്ടല്ലോ, അത് ബുദ്ധി ഉപയോഗിച്ച് ആ കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യുക. ഞാൻ അറിയാണ്ട് ഇങ്ങനത്തെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്ന്. അത് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണത്, കപ്പിളിന് കൊടുക്കുന്ന റെസ്പെക്റ്റ്. കപ്പിൾ എന്നാൽ തന്നെ രണ്ടുപേരാ. അയാൾ ഇനി 4 കല്യാണം കഴിച്ചാലും ഫസ്റ്റത്തെ ഭാര്യ ഇയാൾ ഒരു കപ്പിൾ, സെക്കൻഡത്തെ ഭാര്യ ഇയാൾ ഒരു കപ്പിൾ, അവിടെ കപ്പിളാ. അല്ലാണ്ട് ഇവർ 4 പേരും ഇയാളും കൂടെ 5 പേരൊരു ഗ്രൂപ്പോ ടീമോ ഒന്നുമല്ല. അല്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ പെൻസിൽ കൊണ്ട് ബുക്കിൽ എഴുതുന്നത് മായ്ച്ച് വീണ്ടും എഴുതുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ മാം പറഞ്ഞ പോലെ ഒബ്സഷൻസ് ആയിട്ടുള്ള, അതായത് ലോജിക്കലായിട്ട് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ശരിയായിട്ടില്ല തോന്നുന്ന ഒരു പെർഫെക്ഷനിസം സാധനമായിരിക്കാം അത്. മേ ബി അതായത് എഴുതിയത് ശരിയായിട്ടില്ല എന്ന് തോന്നൽ വരുമ്പോൾ വീണ്ടും അത് മയക്കാം. അപ്പം ഈ തോട്ട്സിന് നമ്മൾ ഒബ്സഷൻസ് എന്നും ഈ മയക്കുന്ന ഈ ഒരു ആക്ടിന് നമ്മൾ കമ്പൽഷൻസ് എന്നാണ് പറയുക. അപ്പം ഒരു OCD കാറ്റഗറിയിൽ വരുന്ന കാര്യമായിരിക്കാം അത്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പി സെഷൻസ് യൂസ് ചെയ്യും. മൊത്തം പറയണമെങ്കിൽ നമുക്ക് മൊത്തം ഇൻഫർമേഷൻ വേണം. ഈ OCDയിലെ പെർഫെക്ഷനിസ്റ്റ് മാത്രമല്ലാതെ ഹോർഡിങ് ഉണ്ടാവും. ചെറിയ മിഠായി കടലാസുകൾ, സാധനങ്ങൾ, അങ്ങനെ വേണ്ടാത്ത പല സാധനങ്ങളും കുട്ടികൾ ചിലപ്പോൾ എടുത്തു വെക്കാം. അത് അലമാരയ്ക്കകത്ത് ഉപയോഗിക്കാത്ത വേണ്ടാത്ത കുറേ സാധനങ്ങൾ എടുത്തു വെക്കാം. ഭാവിയിൽ ഉപയോഗത്തിൽ പെട്ടാലോ എന്ന് വെച്ച് എടുത്തു വെക്കുന്നത് ഹോർഡിംഗ് എന്നാണ് ഇനി പറയുക, HOARD, ഹോർഡിങ്. അപ്പോൾ അതേപോലെ ഓർഡറിങ് ഉണ്ട്. കറക്റ്റ് സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ വെക്കുക. അങ്ങനെ OCDയിൽ കുറേ സാധനങ്ങളുണ്ട്. OCD ക്ലീനിങ്ങും വാഷിങ്ങും മാത്രമല്ല. അപ്പം അതിലേതെങ്കിലും ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ലിസ്റ്റുകളുണ്ട്, OCDയുടെ ടെസ്റ്റുകളുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറുകൾ ക്വസ്റ്റ്യൻ ചോദിച്ച് ഉത്തരം മേടിക്കുന്ന OCI വൈബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ ടെസ്റ്റുകളുണ്ട്. അത് സൈക്കോളജിസ്റ്റുമാരാണ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. OCD കാറ്റഗറിയിൽ എങ്ങാണ്ട് വരികയാണെങ്കിൽ അതിന് CBTയോ ERPയോ ഒക്കെ പോലത്തെ, CBT പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ERP എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി, ഇത്തരത്തിലുള്ള തെറാപ്പികളോ ചെയ്ത് ഈ ഒരു കാര്യത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ കുട്ടിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ വളരെ കുഞ്ഞു പ്രായമായിരിക്കും. ചൈൽഡ്ഹുഡിൽ OCD ചൈൽഡ്ഹുഡിൽ വരാം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും വരാം. എനിക്ക് തന്നെ ഇപ്പം 5 വയസ്സുള്ളൊരു മോളുണ്ട്. LKGയിലാണ് പഠിക്കുന്നത്. പക്ഷെ സ്കൂളിൽ പോവില്ല. ലൈക്ക് മാത്സ് എക്സാമിന് 1 മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല, ബാഡ് ഗേൾ ആണെന്നുള്ള രീതി. അതൊരു പെർഫെക്ഷനിസം സാധനമാണ്. അപ്പം ഫാമിലി ഹിസ്റ്ററി എപ്പിസോഡ്സ് ഉണ്ട് എങ്കിൽ കുട്ടികൾക്ക് ഏത് പ്രായത്തിലും കണ്ടുവരാറുണ്ട്. അതേപോലെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ OCD ഉള്ള ഒരു കുട്ടിക്ക് ഭയങ്കരമായ ഒരു ആങ്സൈറ്റി ഒക്കെ ഉള്ളൊരു കുട്ടി എനിക്ക് ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ നിറം കുറച്ച് ഇരുണ്ട് നിറമായി. ഈ കുട്ടി ഭയങ്കര ഫെയർ വൈറ്റ് അല്ല. അപ്പം ഈ കുട്ടിക്കൊരു പേടി, എൻ്റെ ഉപ്പ, ഈ കുട്ടിക്ക് 4 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, എൻ്റെ ഉപ്പ വേറൊരു നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് കളയുമോ എന്ന് ഈ കുട്ടിക്കൊരു ഡൗട്ട്. ഓക്കെ, ഇത് OCD ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഈ ഫാദർ
റീൽസ് കാണുമ്പോൾ, ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോൾ അതിൽ കുറേ പിള്ളേരുടെ, നമ്മുടെ ഫോണൊക്കെ ഇപ്പോൾ പിള്ളേർ കളിക്കുന്ന ഫോണാകുമ്പോൾ കുറേ പിള്ളേരുടെ സാധനങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഫോണിൽ ഇങ്ങനെ ഭംഗിയുള്ള നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ കുഞ്ഞ് അടുത്തിരിക്കുന്ന കുഞ്ഞ് ഇതിനെങ്ങനെ ആക്കി കളയും. അപ്പോൾ ഇത് ഉപ്പ ശ്രദ്ധിച്ചു. ഭംഗിയില്ലാത്ത കറുത്ത കളറൊക്കെയുള്ള ഫെയർ അല്ലാത്ത കേട്ടോ, ഞാൻ അങ്ങനെ പറയില്ല, ഒരു അങ്ങനെ കുറച്ച് നല്ല ബ്രൈറ്റ് അല്ലാത്ത കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങനെ മൂവ് ചെയ്യില്ല, സ്വൈപ്പ് ചെയ്യില്ല. പക്ഷെ നല്ലൊരു ഭംഗിയുള്ള കുട്ടി കണ്ടാൽ അപ്പോൾ സ്വൈപ്പ് ചെയ്ത് കളയും. അതേപോലെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഉപ്പ മറ്റേ എന്തെങ്കിലും ഒരു പേര് പറയാം നമുക്ക് റാൻഡംലി, വല്ല ഷഹാന എന്നോ എന്തെങ്കിലും ഒരു പേര്, ഓക്കെ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഉപ്പ അന്ന് ഷഹാനേനെ എടുത്തത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഈ ഉപ്പ എൻ്റെ അടുത്ത് വന്ന് പറയാം, ഈ ഷഹാന കുറച്ചുകൂടി ഇവളെക്കാട്ടിലും സ്കിൻ കംപ്ലക്ഷൻ കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചുകൂടെ ബ്രൈറ്റാണ്. അപ്പം ആ ഉപ്പയ്ക്ക് ഇങ്ങനെ ഡൗട്ട് വന്നു, ഇത് എല്ലാം കൂടെ എന്താണ് കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ കുട്ടികളിൽ OCD വരാം. അതേപോലെ വേറൊരു കേസിൽ ഒരു കുട്ടി തൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. ഈ കുട്ടി തലേന്ന് ഫുള്ള് ഉറങ്ങിയിട്ടില്ല. നാളെ ബർത്ത്ഡേക്ക് അപ്പോൾ എന്താ ഇടണ്ടേ, എന്താ കടിക്കണ്ടേ, എന്താ ഡ്രസ്സ് ഇടണ്ടേ, ഡ്രസ്സ് എടുത്ത് നോക്കുക, പിന്നെയും ചെക്ക് ചെയ്യുക, പിന്നെ അലമാറയിൽ തന്നെ മിഠായി പെട്ടി അവിടെ തന്നെ ഇല്ലേ, അതിൽ ഉറുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പിന്നെയും പോയി നോക്കുക. നമ്മളിപ്പോൾ മിഠായി പെട്ടി വെച്ചു രാവിലെ അല്ലേ നമ്മൾ നോക്കുള്ളൂ, അതിൽ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ അറിയാം നമുക്ക്, നമ്മളങ്ങനെ നോക്കൂലല്ലോ. അപ്പോൾ ഈ കുട്ടി പാക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിൽ ഉറുമ്പ് കയറിയിട്ടുണ്ടോ. അപ്പം നാളെ ഈ കുട്ടിയുടെ ലൈഫിൽ ഈ മിഠായി കൊടുക്കുന്ന ഈ ഒരു സാധനത്തിന് എന്തോ ഭാവിയിൽ ഒരു ഫ്യൂച്ചർ മിസ്ഹാപ്പൻ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയത്തിനെ കൊണ്ട് ഈ കുട്ടി, അതായത് ആ ഭയത്തിന് നമ്മൾ ആ ഒരു തോട്ടിന് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. OCDയിലെ OCDയിലെ OCD, O ആണ് ഒബ്സഷൻ തോട്ട്, C എന്ന് പറഞ്ഞാൽ കമ്പൽഷൻ ആക്ഷൻ. ഈ ആക്ഷനാണ് ഈ പോയിട്ട് ഈ മിഠായി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പിള്ളേരിൽ വരെ ഇങ്ങനെ വരാം, OCD വരാം. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഡിസീസ് ആണ്, അപ്പോൾ വേഗം തന്നെ തെറാപ്പി ഇതാക്കാം.